ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മുഷാദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 15-ാം അധ്യായം. വിഷയം വൈകുണ്ഠത്തിൽ പണ്ടുണ്ടായ ഒരു സംഭവം മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുകയാണ്. ദിതിയിൽ കശ്യപന് ദുഷ്ടന്മാരായ 2 പുത്രന്മാർ ഉണ്ടാവാനുള്ള കാരണം, ആദ്യത്തെ കാരണം സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടയോ, സന്ധ്യാസമയത്ത് അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട്. അതുമാത്രമാണോ? അല്ല. സന്ധ്യാസമയത്ത് ദിതിയും കശ്യപനും അറിവില്ലാത്തവരല്ല, നല്ല അറിവുള്ളവരാണ്. എന്തേ അവർക്കങ്ങനെ ചെയ്യാൻ തോന്നാൻ കാരണം? അപ്പോൾ ആ ഒരു കാരണത്തിനൊരു കാരണം ഉണ്ടാവും, അതിനും കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പം ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ എന്തുകൊണ്ട് വന്നു എന്ന് പ്രത്യേകം ചിന്തനീയമാണ്. കാരണം അവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കേണ്ട ആൾക്കാരല്ല, പ്രാകൃതരല്ല അവർ, ഒട്ടുമല്ല. അതിലാണ് നാരായണീയത്തിൽ ഭഗവാൻ മയപ്പത്തൂരിൻ്റെ പ്രയോഗമുണ്ട്. സർവം ഈ സമയത്ത് തന്നെ പറയണം, ഭവത് പ്രേരണ ഏവ ഭൂമൻ. ഇത് വിചാരിച്ചാൽ മനസ്സിലാക്കിയവർക്ക് ഒന്നിലും പരിഭ്രമം ഉണ്ടാവില്ല. സർവം ഭവത് പ്രേരണ ഏവ ഭൂമൻ. എന്തൊക്കെ സംഭവിച്ചാലും അത് ഭഗവാന്റെ സങ്കല്പമാണ്. നമ്മൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അയ്യേ അങ്ങനെ വേണ്ടിയിരുന്നില്ല, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, അയാൾ അത് ചെയ്തത് ശരിയായില്ല, ഇതൊക്കെ ചെയ്യിക്കണത് ആരാ? അതോർത്താൽ ആർക്കും ഒന്നിനെയും വിമർശിക്കേണ്ടി വരില്ല. പാർലമെൻറ്റിലും നിയമസഭയിലും എന്ത് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് വേറെ ഒരു കർമ്മരംഗമാണ്. ഇത് സാധാരണ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പൊളിറ്റിക്സും അത് പറയണ്ട, ശാസ്ത്രത്തിന് പറയണ്ട, സാധാരണ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് പരസ്യമായിട്ട് പറയാൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? വ്യക്തി ജീവിതത്തിൽ അങ്ങനെ പറ്റുമോ? അത് ശരിയല്ല എന്നാണ്. വ്യക്തി ജീവിതത്തിൽ അത് രഹസ്യമായിട്ട് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യണം എന്നാണ്. രണ്ടും വ്യത്യാസമില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പറയണത്, ഏതൊരാളുടെ പ്രവൃത്തിയിലും നമ്മളെ വിമർശിക്കേണ്ട, നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് ആത്മനിന്ദ തോന്നണ്ട. ഹേയ്, ഇത് ചെയ്യേണ്ടി വന്നില്ലേ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തും കാട്ടാം, അങ്ങനെ ഇല്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തും ചെയ്യാം, അതൊക്കെ ഭവത്പ്രേരണയവ ഭൂമൻ എന്നാണോ? അങ്ങനെയില്ല. നമ്മൾക്ക് ധർമ്മ വിഷയങ്ങളിൽ ഒരു മാനദണ്ഡം, ഒരു ട്രാക്ക് തീർച്ചയായിട്ടും വേണം. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്. ചിലപ്പോൾ, അവിടെയാണ് അണ്ടർലൈൻ, ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതിന് വിരോധമായി ചിലത് സംഭവിച്ചേക്കാം. അത് നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അനാസ്ഥ കൊണ്ടോ ആവണമെന്നില്ല. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് സംഭവിക്കണോ? ഇനി 2 പാർട്ടിക്കും ആക്സിഡൻറ്റ് വേണമെന്നുണ്ടാവുമോ? കൂട്ടിയിടിച്ചിട്ടുള്ള 2 വാഹനക്കാർക്കും അത് കൂട്ടിയിടിക്കണമെന്നുണ്ടാവില്ല മിക്കവാറും, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ബൈ ആക്സിഡൻറ്റ് ആണോ വാക്കിൻ്റെ അർത്ഥം? അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അത്തരം ധർമ്മവിരുദ്ധ പ്രവൃത്തികൾക്കാണ്, അങ്ങനെ വന്നുപെട്ടാലാണ് ഈ സമാധാനം ബാധകമാകുന്നത്. തോന്നിയതൊക്കെ കാട്ടുക, സർവം ഭവപ്രേരണൈവ ഭൂമൻ, അത് ഭഗവാനെ അവഹേളിക്കലാണ്. തോന്നിയതൊക്കെ കാട്ടിയിട്ടേ അങ്ങ് പ്രേരിപ്പിച്ചിട്ടല്ലേ? അങ്ങനെയല്ല. അപ്പം അത് പേടിക്കാനൊന്നുമില്ല, എല്ലാം ഈശ്വരൻ്റെ പ്രേരണ. അപ്പോൾ ഇതിൽ ഭഗവാന് നരസിംഹ അവതാരവും വരാഹ അവതാരവും എടുക്കണം.
തുടർന്നുള്ള അവതാരങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ജന്മത്തിൽ രാവണനെ വധിക്കാൻ രാമനാവുന്നുണ്ട്. മൂന്നാമത്തെ അവതാരത്തിൽ ശിശുപാലനെ വധിക്കാൻ കൃഷ്ണനും ആവുന്നുണ്ട്. ഈ ലീലകൾ ഈ പ്രപഞ്ചത്തിൽ നടത്താൻ വേണ്ടി ഭഗവാന്റെ പ്രേരണയായിരുന്നു ഇത്. അപ്പോൾ എന്താണ് ദിതിക്കത് തോന്നാനുള്ള കാരണം? പറഞ്ഞു ഇന്നലെ. സനകാദികൾ വൈകുണ്ഠത്തിൽ ഭഗവാനെ ദർശിക്കാൻ സമയമോ കാര്യമോ സമ്മതം ഒന്നും വേണ്ട. കാരണം അവർ ഈശ്വരന്മാരാണ്. സനകാദികൾ എന്ന് പറഞ്ഞാൽ ഈശ്വര അവതാരാംശങ്ങളാണ്. പോകുമ്പോൾ എന്തുണ്ടായി? ആ വൈകുണ്ഠത്തെക്കുറിച്ചങ്ങനെ വർണ്ണിക്കണു. വസന്തി എത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്ത. അവിടെയുള്ളവരൊക്കെ വൈകുണ്ഠമൂർത്തികളാവും. ഒക്കെ 4 കൈയും നീല നിറമുള്ള വിഷ്ണു സ്വരൂപികൾ ആയിരിക്കും അവിടെയുള്ളവർ. പല ജന്മങ്ങളിലായിട്ട് എങ്ങനെ ഭഗവാനെ ആരാധിച്ചിരുന്നവരാണ് അവിടെ എത്താൻ ഭാഗ്യം ചെയ്തവർ. നിമിത്തേന ഓരോറ്റ പ്രപഞ്ച കാര്യങ്ങൾ ചോദിച്ചിട്ടല്ല ഭഗവാനെ ഭജിച്ചത്. ഇന്നലെ പറഞ്ഞത് അത് വേണം ഇത് വേണം. അങ്ങനെ ഈശ്വരനെ ഭജിച്ചവർക്കൊന്നും വൈകുണ്ഠത്തിലെത്താൻ പറ്റില്ല. ഭഗവാനെ നേടുക, ഒരിക്കലും ഇനി ജന്മം എടുക്കാണ്ടിരിക്കുക. ഈ ലക്ഷ്യം ഏതൊരു ആത്മീയവാദിക്കുണ്ടോ അവനാണ് ആത്മീയവാദി നമ്മുടെ തത്വപ്രകാരം. അതുകൊണ്ട് ഈ വഴിപാട് ലിസ്റ്റൊക്കെ അമ്പലത്തിൽ നിന്ന് ഞാൻ പറയാച്ച എടുത്ത് മാറ്റണം. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് അടിസ്ഥാനമായിട്ട് നോക്കുമ്പോൾ. ഒരു ശാസ്ത്രത്തിലും അത് പറഞ്ഞിട്ടില്ല. പകരം സംഭാവന റെസീറ്റ് മാത്രം അമ്പലത്തിൽ വയ്ക്കുക. അതാവാം. അമ്പലം നിലനിൽക്കണമെങ്കിലും അമ്പലം നന്നാക്കണമെങ്കിലും പൈസ വേണ്ടേ? എത്ര വെച്ചാൽ കൊടുത്തോളൂ. ആരാ വേണ്ട പറയണം? 1 ലക്ഷം അല്ല 1 കോടി റുപ്യ നിങ്ങൾക്ക് കൊടുക്കാം. എന്തിനാവരുത്? വഴിപാട് ചെയ്യാനും കാര്യസാധ്യത്തിനും സന്താന ലാഭത്തിനും ശത്രുദോഷത്തിനും ഒന്നും ആവരുത്. അങ്ങനെ ആയപ്പോൾ എന്താ തെറ്റ്? അമ്പലം നിലനിൽക്കില്ലേ? പൈസ വരില്ലേ? വരും. അതാണ് ഇവിടെ നിമിത്തേന ധർമ്മേണ ആരാധയൻ ഹരിം. ഊന്നിയിട്ടാരും പറയാറില്ല. പറയണം. ഭാഗവതത്തിലേക്ക് എത്തിയാൽ പറയണം. അപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈശ്വരനെ ഭജിക്കണത്. ഭജിച്ചിട്ട് അയാൾക്കത് കിട്ടിയില്ലെങ്കിൽ പരാജയമല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് ഭജനത്തിൻ്റെ ഫലവും അല്ല. അതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കുക. മരിച്ചാൽ ഇനി ജന്മമില്ലാണ്ട്, ഇതൊക്കെയാണ് ആത്മീയത്തിന് ഇഷ്ടം. അങ്ങനെയാണ് ഇവരൊക്കെ അവിടെ എത്തിയത് എന്ന് സംഗതി വശാൽ പറഞ്ഞിരിക്കുന്നു. എത്ര ചാദ്യ പുമാനാസ്തേ ഭഗവാൻ ശബ്ദഗോചര സത്വം വിഷ്ടവിരജം സാനാന്നോ മൃഡയൻ വൃഷ. ശബ്ദശാസ്ത്രപ്രകാരമാകുന്ന പ്രമാണത്തോടു കൂടിയവനും. അതൊക്കെ വേദം എന്നർത്ഥം. ശബ്ദം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. വേദങ്ങൾ തത്വങ്ങൾ ഉൾക്കൊണ്ട് ഭഗവാൻ ആദ്യ പുമാൻ, ആദിയിലുള്ള പുരുഷൻ. ഏറ്റവും ആദ്യം ഉണ്ടായത് ആരാ ചോദിച്ച ഭഗവാൻ. സത്വം ഗുണത്തെ ആശ്രയിച്ചിട്ട്, വിഷ്ണുവിൻ്റെ കഥ എപ്പോഴും സാത്വികമാണ്, അതിന് ചോദ്യമൊന്നുമില്ല. സാത്വികം വിഷ്ടപ്യ ആശ്രയിച്ചിട്ട് സ്വാനാം ന സ്വകീയന്മാരുടെയും ഞങ്ങളുടെ മൈത്രേയാദികളൊക്കെ പറയണു ഞങ്ങളുടെ വൃഷ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനെ സന്തോഷിപ്പിക്കുന്നവനുമായ യാതൊന്നിൽ ഇരിക്കുന്നു. അവിടെ ലോകങ്ങളുടെ കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ സാത്വിക രൂപം കൈക്കൊണ്ട് ഭക്താനുഗ്രഹം നടത്തി അങ്ങനെ വിളങ്ങണു. യാതൊരു ഇളക്കമോ മാറ്റമോ ദുഃഖത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല. അവിടെ കാണാൻ കിട്ടാത്തൊരു കാര്യം എന്താ വെച്ചാൽ ദുഃഖമാണ്. ദുഃഖം, മൗഢ്യം, ഒരു വിധത്തിലുള്ള നെഗറ്റീവ്സും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തു പറയുക, വൈകുണ്ഠം എന്ന് പറയുക. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു ലോകം എന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ. അത് കഥാപരമായിട്ട് പറയുമ്പോൾ ശരി. അല്ലാത്ത അർത്ഥം എന്താ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ വൈകുണ്ഠം. വിഗത കുണ്ഠത, മൗഢ്യമവും തമോ ഗുണവും രജോ ഗുണവും ഇല്ലാതെ സാത്വികമായി പ്രശാന്തമായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന മനസ്സേതോ അത് തന്നെയാണ് വൈകുണ്ഠം. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുമോ? ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും മനസ്സ് ശാന്താവില്ല. അത് സാധിക്കണവരെ മനസ്സ് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. എത്ര നൈശ്രേയസം നാമവനം കാമതുകേർദ്രുമൈ സർവത്വ ശൈവരവിഭ്രാജത് കൈവല്യമവ മൂർത്തിമൻ. വലിയൊരു പൂന്തോട്ടം ഈ വൈകുണ്ഠത്തിലുണ്ട്. അതിനെ വർണ്ണിക്കുക, വൈകുണ്ഠത്തെ കുറേ വർണ്ണിക്കുക. കുറേ ശ്ലോകങ്ങളുണ്ട്, വലിയ ശ്ലോകങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട്
നൈശ്രേയസം എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു തോട്ടം. ദേവീഭാവത്ത് ശ്രീദേവിയുടെ മണിദീപത്തെ വർണ്ണിക്കുന്നുണ്ട്. വളരെ വലിയൊരു വർണ്ണനയാണത്. 12-ാം സ്കന്ധത്തിൽ അവസാനത്തെ അധ്യായത്തിൻ്റെ മുമ്പേറ്റേ വരിക. 13-ാം അധ്യായം 12-ാം സ്കന്ധത്തിൽ അതുപോലത്തൊക്കെ തന്നെയാണ് വൈകുണ്ഠം. ഇതൊക്കെ സിമിലറാണ്, അന്ന് പരസ്പര വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും അടുത്ത പ്രാധാന്യം ശ്രീഭി മഹാലക്ഷ്മി ഉണ്ട്. മഹാലക്ഷ്മി ഫിസിക്കലായിട്ട് തന്നെ ഉണ്ട് എന്നർത്ഥമാവാം, സമ്പത്തുകളും ശ്രേയസ്സുകളും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലും ആവാം. കാമതുകൈഹി അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവയായ വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ പലതരം ഉണ്ട് അല്ലേ, നല്ലതുണ്ട് ചീത്തയുണ്ട്. വൃക്ഷങ്ങളെ അങ്ങനെ തരംതിരിക്കാവോ? തീർച്ചയായിട്ടും തരംതിരിക്കണം. നമ്മുടെ ഈ വീട്ടിൽ കള്ളി മുള്ള് ഇതൊക്കെയുള്ള വൃക്ഷങ്ങൾ വെക്കരുത്. ഒക്കെ താമസവും അധമവുമാണ്. എല്ലാറ്റിലും സാധാരണക്കാർക്ക് തരംതിരിവുണ്ടല്ലോ. അങ്ങേയറ്റത്ത് എത്തിയാലേ തരംതിരിവ് ഇല്ലാണ്ടാവുന്നുള്ളൂ. നല്ലതും ചീത്തയും ശുദ്ധവും അശുദ്ധവും നമുക്കൊക്കെ ഇല്ലേ. അപ്പോൾ ഈ മുള്ളുള്ള വൃക്ഷങ്ങൾ വീട്ടിൽ നന്നല്ല എന്നാണ്. പ്രത്യേകിച്ച് കന്നിമൂല, നല്ല സ്ഥാനം, കിഴക്ക് വശത്തൊന്നും മുള്ളുള്ള വൃക്ഷങ്ങൾ വേലിയരിക്കലോ എവിടെയെങ്കിലുമൊക്കെ ആവാമെന്നല്ലാണ്ട് പാടില്ല. അപ്പോൾ ഇവിടുത്തെ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ കാമധേനുവിനെ പോലെ ഉള്ള വൃക്ഷങ്ങളാണ്. കൽപ്പതരു അല്ലെങ്കിൽ പാരിജാത വൃക്ഷം സർവാഭീഷ്ടങ്ങളും ആ വൃക്ഷങ്ങൾ സാധിപ്പിച്ച് തരും. കാമതുകൈഹി വൃക്ഷങ്ങളോട് ചോദിച്ചാൽ കിട്ടുക എന്നുള്ള ഒരു ബാഹ്യാർത്ഥത്തിന് പുറമേ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമുക്കെല്ലാം നൽകുന്നവയാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ ധാരാളം വൃക്ഷങ്ങളുണ്ടെങ്കിലാണ് മഴ പെയ്യുക, തണൽ കിട്ടുക, ആവശ്യമുള്ള വൃക്ഷങ്ങളിൽ കായകനികൾ കിട്ടുക, ഐശ്വര്യം ഉണ്ടാക്കുക. വൃക്ഷങ്ങൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് പല ശക്തികളുണ്ട് എന്നാണ് പറയുക. ആൽവൃക്ഷമോ ബാക്കിയുള്ളതൊന്നും വെട്ടുകയില്ല, അത് വെട്ടിക്കളയാൻ പാടില്ല ഒന്നും എന്നാണ് പറയുക. അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും ഒരു തരത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ കൽപ്പവൃക്ഷങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണല്ലോ തെങ്ങ്. ഇപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഐശ്വര്യവും മിത്രവും ആയ വൃക്ഷങ്ങൾ എന്നർത്ഥം. വിഭ്രാജത് ശോഭിക്കുന്നതും എല്ലാം നല്ല വൃക്ഷങ്ങളാണ്, ഉത്തമ വൃക്ഷങ്ങൾ. അപ്പോൾ അല്ലാത്തതുണ്ട് തീർച്ചയാണ്. ഉത്തമ വൃക്ഷങ്ങളാൽ ശോഭിക്കുന്നവയും മൂർത്തിമത് ആയ കൈവല്യം ഇവ മോക്ഷത്തിന് തുല്യം തന്നെ, മോക്ഷം തന്നെയാണല്ലോ വൈകുണ്ഠം. നൈശ്രേയസം മാമവനം. നൈശ്രേയസം ശ്രേയസിൻ്റെ ഇരിപ്പിടം എന്നർത്ഥമാണ് വാക്കിൻ്റെ. ഇനിയൊന്നും ശ്രേയസ്സിന് വേറെ കിട്ടാനില്ല. വനം അസ്ഥി ഉണ്ട്. എത്ര നൈശ്രേയസം നാമവനം കാമതുകേർദ്രുമൈഹി. സർവാഭീഷ്ടദായകങ്ങളായിട്ടുള്ള മനോഹരമായ ഫലവൃക്ഷങ്ങൾ, ഉത്തമ വൃക്ഷങ്ങൾ നിറഞ്ഞതും സമ്പശ്രീ ശ്രേയസ് നിറഞ്ഞതും സാക്ഷാൽ മുക്തി തന്നെ സ്വരൂപമെടുത്തതാണ് എന്ന് തോന്നിക്കത്തക്കതുമായ ധാരാളം വൃക്ഷങ്ങളോട് കൂടിയ നൈശ്രേയസം എന്ന തോട്ടം ആ വൈകുണ്ഠത്തിലുണ്ട്. അവിടേക്കാണ് സനകാദികൾ പോയത്. എവിടേക്കെങ്കിലുമൊക്കെ അവർ പോവുമോ? നീ വിവരിക്കുകയാണ്. കുറേ ശ്ലോകം ഉണ്ട് കേട്ടോ. വൈമാനികാസലനാചരിതാനി എത്ര ഗായന്തി ലോകശമലക്ഷപണാനി ഭർത്തു അന്തർജലേനു വികസൻ മധുമാധവീനാം ഗന്ധേന ഖണ്ഡിത ദിയോപ്യനിലക്ഷിബന്ധ. എന്തപ്പോൾ ഈ വൈകുണ്ഠം 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 എന്താ ഈ വൈകുണ്ഠം? ഒരാൾ ചോദിക്കുകയാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ പണ്ടുള്ളവർക്ക് ഉത്തരമുണ്ട്, അതൊക്കെ ഉണ്ടാവുക തന്നെ വൈകുണ്ഠം. എന്താ സംശയം? കേൾക്കണോ നിങ്ങൾക്ക്? എന്നാൽ കേട്ടോളൂ, വെറുതെ എന്തെങ്കിലും പറയൊന്നുമില്ല. വൈമാനിക സലലനാചരിതാനി എത്ര. ധാരാളം വൈമാനികർ, എത്ര അഡ്വാൻസ്ഡ് ആയിരിക്കണു ശാസ്ത്രം നോക്കൂ. എറണോട്ടിക്സ് പഠിച്ച ആൾക്കാർ എന്താ പറയുക, എറണോട്ട്സ് അതിന് പറയേണ്ടത്. ആ വിമാനം ഓടിക്കാൻ കഴിവുള്ളവർ, പണ്ടേ വൈമാനിക ശാസ്ത്രം എറണോട്ടിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു 5000 കൊല്ലം മുമ്പേ ഭാരതത്തിൽ. അല്ലെങ്കിൽ ഈ വക ആശയങ്ങൾ അതിൽ വരുമോ? അങ്ങനത്തെ വൈമാനികർ പഠിച്ചവർ, എറണോട്ടിക്സ് പഠിച്ചവർ പണ്ടേ ഉണ്ട്. എറണോട്ടിക് എഞ്ചിനീയറിംഗ് എന്നാണ്. സലലനാചരിതാനി എത്ര. അവിടെ കൂടെയൊക്കെ നല്ല സ്ത്രീകൾ, എയർ ഹോസ്റ്റസ്മാരെന്ന് പറയാം. വിമാനത്തിലാവുമ്പോൾ അങ്ങനെയല്ലോ. ലലന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, മനോഹരമായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ. സലലന അവരോടുകൂടി, സസ്നേഹം നമ്മൾ സലലന സ്ത്രീകളോടുകൂടി. ചരിതാനി എത്ര ഗായന്തി ലോകശമല ക്ഷപണാനി ഭർത്തു.
ലോകത്തിൻ്റെ അല്ലേ മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ്. ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. പണ്ടത്തെയൊക്കെ വിവരണത്തിൻ്റെ പ്രത്യേകത അതാണ്. വായിക്കുമ്പോഴേ മനസ്സിൽ സുഖം ഉണ്ടാവും. അങ്ങനത്തെ വർണ്ണനകളാവും അധികവും. സലനന വൈമാനിക, എയർ ഹോസ്റ്റസ്മാരോട് കൂടിയതായിട്ടുള്ള വൈമാനികർ. ലോകശമലക്ഷപണാനി, ഇവർ ചില്ലറക്കാരൊന്നുമല്ല, ലോകത്തിൻ്റെ അശുഭങ്ങളെ ഇല്ലാതാക്കുന്നവരാണ്, മംഗളം വർദ്ധിപ്പിക്കുന്നവരാണ്. അമംഗളം ഉണ്ടാക്കുന്ന ദുസ്വഭാവികളല്ല, സത്സ്വഭാവികളാണ്. ഇവർ ധർമ്മം മാത്രമേ ലോകത്തിൽ വിതയ്ക്കൂ. ഭർത്തു സ്വാമിയുടെ ചരിതങ്ങളെ സദാ കീർത്തിക്കുന്നു. ആരാ സ്വാമി? സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ കീർത്തിച്ചുകൊണ്ടിരിക്കും. വേണ്ടാത്ത പാട്ടും ഡാൻസും ഇന്നലെ കണ്ടു. KSRTCയിൽ ഡാൻസിൻ്റെ പൊടിപൂരം കൊടുത്തിരിക്കുകയാണ്. ഒരു നല്ല പെൺകുട്ടിയും ആണും കൂടി ഡാൻസ് ചെയ്യാം ബസ്സിലേ. ആലോചിച്ച് നോക്കൂ. ഞാൻ ഉടനെ കമൻ്റ് എഴുതി, കുതിരവട്ടോ ഊളപ്പാറയോ നല്ലതെന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ട് എന്താ അതിനിടുക? ആരെങ്കിലും ബസ്സിൽ അങ്ങനത്തെ യാത്ര ഡാൻസ് ചെയ്യുമോ? ആലോചിച്ച് നോക്കൂ. ടൂറിന് പോവുകയാണെന്ന് വെച്ചാൽ പിന്നെയും പോട്ടെ. KSRTCയിലേ അപ്പം ഇറക്കി വിടണ്ടേ അവരെയൊക്കെ? ഞാൻ പറയാച്ചാ ഡാൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡാൻസ് അല്ല ഇവിടെ ഈ വൈമാനികർ ഈശ്വരഗാനങ്ങളാണ് അനുവദിക്കപ്പെട്ടതാണ്. അത് പാടിയിട്ട് ആരും ആ വിമാനത്തിൽ നിന്ന് ആക്കില്ല, ഉറപ്പാണ്. നല്ലത് കേൾക്കാൻ താല്പര്യമുള്ളവർ ആയിരുന്നു ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ. അപ്പോൾ അവർക്കത് കേട്ടാൽ സന്തോഷം ഉണ്ടാവുക. അപ്പോൾ മനസ്സിൻ്റെ കൽമഷങ്ങളെ നശിപ്പിക്കുന്ന ഈശ്വര കീർത്തനങ്ങൾ ഗാനം ചെയ്യുന്ന ഗായകരും കൂടിയായിരുന്നു ഈ സ്ത്രീകൾ. സകലകലാവല്ലഭകള. വൈമാനിക സലലന ചരിതാനി എത്ര ഗായന്തി, ശരകഥകളാണ് പാടുക. ലോകമലക്ഷപണാനി ഭർത്തു, ലോകത്തിൻ്റെ അമംഗളങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, മംഗളം വിതച്ചുകൊണ്ടിരിക്കുന്ന. അന്തർജലേനു വികസൻ മധുമാധവീനാം, പറയണം മധുമാധവീനാം, വായുവിനെ നിസ്സാരമാക്കുന്നവരും ഖണ്ഡിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരാണെങ്കിലും എന്നർത്ഥം. ഋതുകാലത്തിൽ തേൻ നിറഞ്ഞിരിക്കുന്ന മുല്ലപ്പൂക്കളുടെ ഗന്ധം ധാരാളം അവിടെ ഉണ്ട് എന്നാണ് വെപ്പ്. എന്നാലും ആ ഗന്ധത്താൽ ഗന്ധേന ഖണ്ഡിത ദിയാപി, ഖണ്ഡിക്കുവാൻ സമർത്ഥമാകുന്നു എങ്കിലും ആ ഗന്ധം വഹിച്ചു വരുന്ന വായുവിനെ നിസ്സാരമാക്കിക്കൊണ്ട് സുഗന്ധം ശരീരത്തിൽ നിന്ന് പ്രസരിപ്പിച്ചിരുന്നു. നല്ല വസന്തകാലത്തോ അല്ലെങ്കിൽ ഏത് കാലത്തോ ആ കാലത്ത് മുല്ലയ്ക്കൊരു കാലമൊക്കെ ഉണ്ടല്ലോ കേട്ടോ. ആ മുല്ലപ്പൂവിൽ നിന്ന് വരുന്ന സുഗന്ധത്തെ കവച്ചു വയ്ക്കുന്ന സുഗന്ധം ഇവരുടെ ശരീരത്തിലുണ്ട്. അത് അത്തറോ ഊതോ വേറൊന്നോ പുരട്ടിയിട്ടോ പൂശിയിട്ടോ അല്ല. നമ്മളിപ്പോൾ സുഗന്ധം ഉണ്ടാക്കാൻ ഓരോന്ന് പൂശലുണ്ട് ശരീരത്തിലല്ലേ. നേരെ വിളിച്ചായ ഇപ്പം പുരുഷന്മാർക്കാണ് ഡ്രസ്സ് ചെയ്യാൻ സമയം അധികം. സ്ത്രീകളൊക്കെ വേഗം ഡ്രസ്സ് ചെയ്ത് വരും. ഇവർ പൂശിയിട്ടും ഓരോരോ സെൻ്റ് അടിച്ചിട്ടും പിടിച്ചിട്ട് എത്തറ നേരെ പുറപ്പെടാൻ എടുക്കുക. ആണുങ്ങൾ പൊതുവേ കുറേ കാര്യങ്ങൾക്ക് സമയം എടുക്കരുത് എന്നുണ്ട്. അതിലത്തെ ഒന്നാണ് പുറപ്പെടുക. ഷർട്ടിടുക അല്ലെങ്കിൽ മേൽമുണ്ട് പണ്ടാച്ചാൽ ഇടുക, അത്രയേ ഉള്ളൂ. പോവുക. അതേപോലെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സമയം എടുക്കരുത് എന്നാണ്. വേഗം ഭക്ഷണം കഴിയണം എന്നാണ് പുരുഷന്മാർ പ്രത്യേകിച്ചും. കുളിക്കുക, അതാണ് പണ്ട് നിന്ന് കുളിക്കരുത്, ഇരുന്നുണ്ണരുത്. നിന്ന് കുളിക്കരുത്, ഇരുന്നിട്ട് കുളിക്കണം എന്നാണോ? അങ്ങനെയല്ല, നിന്നങ്ങോട്ട് കുളിക്കുക 1 മണിക്കൂർ, ഇരുന്നങ്ങോട്ട് ഉണ്ണുക. എല്ലാവരും നീട്ടിട്ടും ഇയാളുടെ കഴിഞ്ഞിട്ടുണ്ടാകും. അത് പാടില്ല എന്നാണ്. അപ്പോൾ എന്തോ പോട്ടെ, ശരീരത്തിൽ കൃത്രിമമായിട്ടുള്ള സുഗന്ധങ്ങൾ അടിച്ചതവരല്ല ഈ സ്ത്രീകൾ. സ്വതവേ അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധങ്ങൾ കൊണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തെ ചെറുതാക്കി. അന്തർജലേനുഗതൻ മധുമാധവീനാംഗന്ധേന ഖണ്ഡിതയോപ്പനിലൻഷിബന്ധ, മുല്ലപ്പൂവിൻ്റെ ഗന്ധവും ഇവരുടെ ശരീരത്തിലത്തെ ഗന്ധവും തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. അതിൽ ഇവരുടെ ശരീരത്തിൻ്റെ ഗന്ധമാണ് വിജയിക്കുക. അങ്ങനെ അതിനെ പോലും നിസ്സാരമാക്കിക്കൊണ്ടുള്ള സുഗന്ധം പരത്തിക്കൊണ്ടുള്ള മനോഹരികളായിട്ടുള്ള എയർ ഹോസ്റ്റസ്സുമാർ, വിമാനം ഓടിക്കാൻ കഴിവുള്ളവർ എല്ലാം ഈ വൈകുണ്ഠത്തിൽ ഉണ്ടായിരുന്നു. പാരാവത അന്യഭൃതസാരത ചക്രവാഗതാത്യുക കംസശുഗതിത്തിരിബർഹിണാം യാ
കോലാഹലോന വിരമതേ അചിരമാത്രമുച്ചേർ ഭൃങ്കാതിപേഹരികഥാമിവ ഗായമാനേ. പണ്ടത്തെ വർണ്ണനകളും കൂടി ഈശ്വര കഥകളെ പോലെ താരതമ്യപ്പെടുത്തിയിട്ടാണ് വിവരിക്കുക. എന്തൊക്കെ പക്ഷികളാത്രേ അവിടെ. കർണത്തിന് കഠോരമല്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പക്ഷികളാട്ടോ. ചില പക്ഷികളുടെ ശബ്ദങ്ങൾ കഠോരാവൂലേ. എന്നുവെച്ചാൽ കുയില്, മഞ്ഞക്കിളി, ഇങ്ങനത്തെ പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ എന്ത് സുഖമായിരിക്കും. അങ്ങനത്തെ പക്ഷികൾ ധാരാളമുണ്ട്. പാരാവതം, അങ്ങനത്തെ പക്ഷികളുടെ ശബ്ദമൊക്കെ നമുക്ക് സങ്കല്പം മാത്രമായില്ലേ. മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ വീട്ടിൽ കുറച്ച് കൃത്രിമ പുല്ല് വയ്ക്കലായിരിക്കണം. ഒക്കെ ടൈൽസ് പൊട്ടിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടോ മരങ്ങളും പക്ഷികളും ഒക്കെ. പാരാവതം പ്രാവ്, അന്യഭൃതം കുയിൽ, അന്യഭൃതം എന്ന് പറഞ്ഞാൽ കുയിലാണ്. സാരസം എന്ന് പറഞ്ഞാൽ കുളക്കോഴി, സാരസം. ചക്രവാകം എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷി, ചക്രവാകം തന്നെ പറയൽ. ദാത്യൂഹ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ. ഹംസം അരയന്നം, ചിലർ പറയുന്നത് സങ്കല്പ പക്ഷിയാണെന്ന്. ശുക എന്ന് പറഞ്ഞാൽ തത്ത, ശുകം തത്ത. തിത്തിരി എന്ന ഒരു തരം ജാതി പക്ഷി, തിത്തിരി. ബർഹിണാം മയിലും ഉണ്ടായിരുന്നു എന്നാണ്. മയിൽ മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ് അല്ലേ, നല്ല മനോഹരമാണ്. ശബ്ദം മാത്രം ഇടയ്ക്ക് ലേശൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല പക്ഷിയാണ്, മയിലായിട്ടാണ് പറയുക. ഉത്തമ പക്ഷിയാണ്, മയിലിനെ കണ്ടാൽ നല്ലതാണ്, ദോഷമൊന്നും ഉണ്ടാവില്ല. ബർഹിണാം മയിലുകൾ. കോലാഹല, അതിൻ്റെ ശബ്ദകോലാഹലങ്ങൾ, പക്ഷികളുടെ കോലാഹലം. ഭൃങ്കാതിപേ, വണ്ടുകളുണ്ട്. ഈ ശബ്ദങ്ങൾ വണ്ടുകളുടെ കേട്ടാൽ ഏതുപോലെ തോന്നും. ഹരികഥാം ഗായമാനേ ഇവ, ഹരിയുടെ കഥ ശാന്തമായിട്ടുള്ള സ്വരത്തിൽ ഇങ്ങനെ പറയുകയാണ് എന്ന് തോന്നും ഈ വണ്ടിൻ്റെ ശബ്ദം കേട്ടാലേ. ഇത്ര മനോഹരമായിട്ടാണ് വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പാരാവതം പ്രാവ്, പാരാവത അന്യഭൃത കുയിൽ, സാരഥ ചക്രവാക, ദാത്യൂക കംസ ശുക തിത്തിരി ബർഹിണാംയ, മയിൽ, അരയന്നം, തത്ത മുതലായിട്ടുള്ള മനോഹരമായിട്ടുള്ള പക്ഷികളുടെ ശബ്ദം കോലാഹലം കൊണ്ട് ഒരു ശബ്ദപ്രപഞ്ചം തന്നെ അവിടെ കാണാം. കോലാഹലോ വിരമതേ, അവരുടെ ശബ്ദങ്ങളെ കൊണ്ട് മനോഹരമായിട്ട് അല്ലേ അവിടെ പോയാൽ ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. വിരമതേ അചിരമാത്രമുച്ചേ ഭൃങ്കാതിപേ, വലിയ ശബ്ദമില്ലാതെ അല്പസമയം വണ്ടുകൾ, അചിരം എന്ന് പറഞ്ഞാൽ വേഗം സമയമാണ്. അചിരമാത്രമുച്ചേർ, അങ്ങനെ വണ്ടുകൾ പാടും. ഒക്കെ ഭഗവാന്റെ കഥകൾ പാടുകയാണ് എന്ന്, ഹരികീർത്തനം ചെയ്യുകയാണ് എന്ന് തോന്നും. അല്പനേരത്തേക്ക് നമ്മൾ അവിടെ പോയാൽ ഈ ലോകത്തു നിന്നേ വിട്ട അവസ്ഥയാവും എന്ന് പറയാണ്. ഈ പറയണു മന്ദാര കുന്ദ കുരബോൽബലചമ്പകാർണ പുന്നാഗനാഗബകുളാംബുജ പാരിജാത ഗന്ധച്ചിതേ തുളസികാഭരണേന തസ്യ യസ്മിൻ തപസ്തു മനസോ ബഹുമാനയന്തി. മന്ദാരം, അതുപോലെ തന്നെ തുളസിക, അതിൻ്റെയൊക്കെ വാസന അല്ലേ, തുളസിയുടെയൊക്കെ വാസന ഉടനെ ഗന്ധം കേട്ടാൽ മുക്തിയിലേക്ക് എത്തുന്ന പറയാം. ശ്രേഷ്ഠാണതേ. അർച്ചിതേ, ആദരിക്കപ്പെട്ടിരിക്കുമ്പോൾ, യസ്മിൻ സുമനസ, യാതൊന്നിലത്തെ പുഷ്പങ്ങൾ, തസ്യ തപ, അതിൻ്റെ പുണ്യത്തെ ബഹുമാനിക്കുന്നു. വൈകുണ്ഠത്തിലുള്ള ഉദ്യാനങ്ങളും വൃക്ഷങ്ങളും കൂടി ഈശ്വരപരമായിട്ടാണ് പ്രവർത്തിക്കുക. തുളസിയെ ആഭരണമാക്കിയിട്ടാണല്ലോ ഭഗവാൻ സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് തുളസിയെ വന്ദിക്കുക, തുളസിയെ പ്രദക്ഷിണം വയ്ക്കുക, ശ്ലോകം ചൊല്ലി നമസ്കരിക്കുക, അതൊക്കെ വിഷ്ണു പ്രീതിക്ക് വളരെ നല്ലതാത്രേ. അപ്പം അതിൻ്റെ ഗന്ധത്തെ ധാരാളമായിട്ട് അവിടെ കാണാം. പിന്നെ മന്ദാരം, കുന്തം, കുരബം, ഉൽപ്പലം, ചെമ്പകം, അരളി, പുന്നാഗം, നാഗകേസരം, നാഗഗന്ധി എന്നൊക്കെ പറയുന്നുണ്ട്, നാഗവല്ലി, അതുപോലെ ബകുളം, അതുകൊണ്ട് കൂവളകം, താമര, പാരിജാതം, താമര വെള്ളത്തിലാണോ കണ്ട പൊയ്കകൾ, വൃക്ഷങ്ങളും പൂച്ചെടികളും നിറഞ്ഞ ഉണ്ടോ. ഇത്തരത്തിലുള്ള വർണ്ണനകളൊക്കെ നമുക്ക് സപ്താഹത്തിൽ സാധ്യമല്ല, നിർഭാഗ്യവശാൽ. അത്രയേ സമയമുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ വർണ്ണനകൾ മനസ്സിലാക്കാൻ എത്ര സൗകര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭംഗിയൊക്കെ ചൊല്ലി പറയാൻ പറ്റണത്. നല്ലൊരു കാര്യമായി. സപ്താഹത്തിൽ പറ്റില്ല, സമയം പോകണ്ടേ, തികയണ്ടേ. മന്ദാര കുന്ദ കുരബോൽപ്പല ചെമ്പകാർണ പുന്നാഗ നാഗബകുളാംബുജ പാരിജാത, അംബുജം.
ഗന്ധേർച്ചിതേ തുളസികളൊക്കെ അതേ വാക്കന്നെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഏതാ ചെടികളെന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര പഴയ കാലത്തുള്ള വർണ്ണനയല്ലേ. ഗന്ധേർച്ചി തുളസി ചിലത് കുറേയൊക്കെ പറയാൻ പറ്റും. ഗന്ധേർച്ചിതേ തുളസികാഭരണേന തസ്യ യസ്മിൻ തപസ്സു മനസോ ബഹുമാനയന്തി. അതുപോലെ പക്ഷികളുടെ വർണ്ണനയും തന്നെ ഇതിനൊക്കെ അവിടെയൊക്കെ പദം മുറിക്കുമ്പോൾ നോക്കാണ്ട് കേട്ടോ, പറയാൻ വിട്ടു. ദാത്യൂഹ ഒരു പക്ഷിയുടെ പേരാണ് ദാത്യൂഹ. ഹംസ ദാത്യൂഹ ഹംസ, ധാത്തു എന്നങ്ങനെ അവിടെ നിന്ന് മുറിക്കരുത്. ധാത്യൂഹ ഹംസ ശൂക തിത്തിരി ബർഹിണാം യ, അങ്ങനെയാണ് വാക്കുകൾ വരിക. അതേപോലെ ഇവിടെയും തന്നെ പുന്നാഗ നാഗ ബഗുള അംബുജ പാരിജാത, വൃക്ഷങ്ങളെ വർണ്ണിച്ച് എല്ലാം ഈശ്വരപരമായിട്ട്. തുളസിയുടെ ഗന്ധമൊക്കെ നമ്മളെന്നും തുളസിപ്പൂ ചൂടിയാൽ കലിയുഗത്തിൽ മോക്ഷം കിട്ടുന്ന പറയുക. ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ചെറിയ തുളസിപ്പൂ മുടിയിൽ ചൂടിയാൽ അതുകൊണ്ട് മോക്ഷം കിട്ടത്രേ കലിയുഗത്തിൽ. കലിയുഗത്തിൽ അങ്ങനെ എളുപ്പത്തിൽ മോക്ഷം കിട്ടുന്ന ഒരുപാട് കാര്യത്തിൽ ഒന്നാണ് തുളസി. നാമജപം വളരെ എളുപ്പമുള്ള കാര്യം. ഗംഗാ, ഗീത, ഗായത്രി, തുളസിക, ചന്ദനം, ഗോപികാ ചന്ദനം, അങ്ങനെ 8 കാര്യങ്ങൾ കലിയുഗത്തിൽ അനായാസേന മുക്തിക്ക്. ഗായത്രി അതിൽ പെട്ടെന്ന്, പക്ഷെ അത് ഉപദേശം എടുത്ത് പഠിച്ച് ചെല്ലണം. വേണ്ട വിധത്തിൽ ന്യാസം മുതലായിട്ടതൊക്കെ ചെയ്യേണ്ടതാണ് ഗായത്രി. സാളഗ്രാമാദി പൂജ എന്തായാലും അത് ഈ വൈകുണ്ഠത്തിൽ സുലഭമായിട്ട് ക്ഷാമല്ലാതുണ്ട്. ഞാൻ പറഞ്ഞു തത്സങ്കുലം പരിപദാനതി മാത്ര ദൃഷ്ടേർ വൈഡൂര്യ മാരകഥഹേമമൈർ വിമാനൈ യേഷാം ബൃഹത്കടിതടാസ്മിതശോഭിമുഖ്യ കൃഷ്ണാത്മനാം നരജ ആദതരുസ്മയാത്തി. ചില രത്നവിശേഷങ്ങൾ, മുത്ത്, അതൊക്കെയുണ്ട്. ഹരിപദാൻ അതിമാത്ര ദൃഷ്ടേ, ഹരിയുടെ പദത്തിൽ നമസ്കരിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്ന, ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന വൈഡൂര്യമാരകഥ ഹേമമയേർ, വൈഡൂര്യം മരകഥം സ്വർണം, ഹേമം സ്വർണം മുതലായിട്ടുള്ള ലോഹങ്ങളും രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച വിമാനങ്ങൾ. സാധാരണ വിമാനമൊന്നുമല്ല. സാധാരണ വിമാനം ഇപ്പം എന്തുകൊണ്ടാണ്? അലുമിനിയം കൊണ്ടോ അല്ലേ, അങ്ങനെ ആകാശത്തിൽ പറക്കണ ലോഹങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചതേ ഉള്ളൂ. ആ ലോഹങ്ങൾ കൊണ്ടേ വിമാനം ഉണ്ടാക്കാൻ പറ്റൂ. അതിന് പറ്റിയിട്ടുള്ള എണ്ണയും വേണം, അല്ലേ, ഏവിയേഷൻ ഓയിൽ വേണം. പെട്രോള് സാധാരണ ഒന്നും അതിൽ ഒഴിച്ചാൽ പറ്റില്ല. ഇവിടെ അതൊന്നുമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. രത്നം കൊണ്ടും സ്വർണം കൊണ്ടും ഉണ്ടാക്കിയ വിമാനമാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഓയിലും എണ്ണയും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ പണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. രത്നം കൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെ എങ്ങനെ കിട്ടുക? ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള രത്നാലങ്കൃതമായിട്ടുള്ള വിമാനം, പുഷ്പക വിമാനത്തെ വർണ്ണിക്കുന്ന രാമായണത്തിൽ. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിമാനങ്ങൾ ധാരാളമുണ്ട്, ഓടിക്കാൻ കഴിവുള്ളവരുണ്ട്. ബൃഹത് കടിതട സ്ത്രീ ശോഭിമുഖ്യ, മനോഹരികളായിട്ടുള്ള സ്ത്രീകൾ, അരക്കെട്ട് തടിച്ച സ്ത്രീകൾ എന്നർത്ഥം. ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവരും. ഉസ്മയാദി മനോഹരമായിട്ടുള്ള പുഞ്ചിരി, ഹാസം മുതലായിട്ടവരോട് കൂടിയതും. കൃഷ്ണനിൽ മനസ്സുറപ്പിച്ചവരും. ആരുടെയെങ്കിലും കൂടെ തോന്നിയ പോലെ നടക്കണവരാണോ? അല്ല, നല്ല ധർമ്മം അനുഷ്ഠിച്ച് ഈശ്വരഭക്തിയുള്ള സ്ത്രീകളാണവർ. അതാണ് ഇവിടെ കൃഷ്ണാത്മനാം, കൃഷ്ണനിൽ മനസ്സോടുകൂടിയ യേഷാം, യാതൊരുത്തർക്ക് രജോ ഗുണം ഒട്ടുമില്ല, കേട്ടോ, ജനിപ്പിച്ചില്ല. പ്രലോഭനപരമായിട്ട് വസ്ത്രം ധരിക്കുക, പ്രലോഭനപരമായിട്ട് സംസാരിക്കുക, പ്രലോഭനപരമായിട്ടുള്ള നോട്ടഭാവങ്ങൾ, ഇത് സ്ത്രീകൾക്ക് നന്നല്ല എന്നാണ്. അങ്ങനെയുള്ളവരല്ല അവർ. മനസ്സിൽ രജോ ഗുണമോ വേണ്ടാത്ത ഭാവമോ മറ്റു പുരുഷന്മാരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നവരായിരുന്നില്ല. കുലസ്ത്രീ സ്വഭാവം ഉള്ളവർ ആയിരുന്നു. യത്സംകുലം ഹരിപദാനതിമാത്രതിഷ്ഠേ വൈഡൂര്യമാരകഥ ഹേമമൈർവിമാനൈ യേഷാം ബൃഹത് കടിതടാസ്മിതശോഭിമുഖ്യ. മുഖവും അരക്കെട്ടും ഭംഗിയുള്ള സ്ത്രീകൾ, സൗന്ദര്യം കൊണ്ടൊക്കെ ഭംഗിയുള്ളതാണ്. പക്ഷെ ഒരിക്കലും ആവശ്യമില്ലാതെ മറ്റൊരാളുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കാത്തവർ. കൃഷ്ണാത്മന ന രജ ആദത് ഉസ്മയാതി, രജോ ഗുണമില്ലാത്തവരെന്നർത്ഥം. ഈ മഹാലക്ഷ്മിയുടെ കാര്യം പറയണത് പറയാനുണ്ടോ? ശ്രീരൂപിണി കൊണയതീ ചരണാരവിന്ദം ലീലാംബുജേന കരിസത്മനി മുക്തദോഷ സംലക്ഷ്യതേ സ്ഫടിക കുട്യ ഉപേദഹേമ്നി സമാർജതീവ യദനുഗ്രഹണേന്യയത്ന.
സർവേശ്വരിയായിട്ടുള്ള മഹാലക്ഷ്മി ഏതൊരു ആളെയാണോ സർവ്വ ദാരിദ്ര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഭജിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പത്ത് മാത്രമല്ല, സ്വർണ്ണോ ധനോ രത്നോ മാത്രമല്ല. ഒരു വീട്ടിൽ സദാ രോഗമാണെന്ന് വിചാരിക്കുക, എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവിടെ സന്തോഷക്കുറവുണ്ടാവും, അതൊക്കെ ദാരിദ്ര്യത്തിൽ പെടും. ഒരു വീട്ടിലെപ്പോഴും കലഹമാണെന്ന് വിചാരിക്കുക, എന്ത് സമാധാനം അവിടെ ഉണ്ടാവുക? ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, എപ്പോഴും തമ്മിത്തല്ല. ഒരാളെന്ന് പറഞ്ഞാൽ അതിന് വിപരീതം. അപ്പോൾ ഇതൊക്കെ ദാരിദ്ര്യം എന്നൊരു വലിയ ടേമാണ് കേട്ടോ ആത്മീയത്തിൽ. കുറവ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്തിൻ്റെ കുറവ്? സന്താനമില്ല, ദാരിദ്ര്യമല്ലേ. വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഭാര്യയും ഭർത്താവും പരമസ്നേഹത്തിലാണ്, ധനം ധാരാളമുണ്ട്, പക്ഷെ ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലെങ്കിൽ അത് അവർക്ക് ദുഃഖമല്ലേ? അത് ദാരിദ്ര്യമാണ്. അതാണ് സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, 8 തരത്തിലുള്ള ലക്ഷ്മികളെ പറയുമ്പോൾ എന്ത് കുറവും ദാരിദ്ര്യമാണ്. അതുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല മഹാലക്ഷ്മിയെ ഭജിക്കണം. ഏത് ഈശ്വരനെ ഭജിക്കണ പോലെ തന്നെ വേണ്ടു. ധനത്തിനൊരു പ്രാധാന്യമൊന്നുമില്ല, അത് ധനലക്ഷ്മിയാണ്, അത്രയേ ഉള്ളൂ. ധനലക്ഷ്മി കൊണ്ട് മാത്രം ആയില്ല. മനസ്സിലാക്കാത്തൊരു കാര്യം, പലപ്പോഴും ധാരാളം കാശുണ്ടായ സുഖം ഉണ്ടാവും. എവിടെ? മര്യാദയ്ക്ക് ഉറങ്ങാത്തവർ എത്രയോ പണക്കാരുണ്ടല്ലോ ഇവിടെ. ഉറക്കം വരണമെച്ചാൽ ഗുളിക കഴിക്കണം, വേണ്ടേ? അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും കുറവ് എന്നാണ്. അതെല്ലാം ഇല്ലാതാക്കുന്ന ശ്രീരൂപിണി കൊണയതീ ചരണാരവിന്ദം ലീലാംബുജേന കരിതത്മനി മുക്തദോഷ, സർവദോഷങ്ങളും ഇല്ലാത്തവൾ, ഭഗവാനെ തന്നെ മാത്രം മനസ്സിൽ കാണുന്നവൾ, മറ്റൊരു പുരുഷന് സ്ഥാനമില്ല. ആണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഗുണം. മുക്തദോഷ, സ്ത്രീകൾക്ക് പറയാവുന്ന ഒരു ദോഷവും ഇല്ലാത്ത സർവഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള മഹാലക്ഷ്മി വൈകുണ്ഠത്തെ ഐശ്വര്യമുള്ളതായിട്ട് തീർക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഐശ്വര്യവതിയായിട്ട് ലക്ഷ്യതേ പടികകുട്യ ഉപേദകേമ്നി, അനവധി രത്നങ്ങളും മറ്റും ആഭരണങ്ങൾ ധരിച്ച് സമ്മാർജതീവ യദനുഗ്രഹണേന്യയത്ന, അവിടുത്തെ സർവ അമംഗളങ്ങളും അടിച്ചുവാരിക്കളയുക. സമ്മാർജതീവ എന്ന് പറഞ്ഞാൽ ചൂലുകൊണ്ട് അടിച്ചു വാരുക എന്ന അർത്ഥം. അടിക്കുക, ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കുക. അതിലാണ് ഈ സമ്മാർജതീവ. സമ്മാർജനി എന്ന് പറഞ്ഞാൽ ചൂലാണ്. മഹാലക്ഷ്മിക്ക് ചൂലിൻ്റെ സ്ഥാനമാണോ കൊടുത്തത്? അങ്ങനെയില്ല. അവിടുത്തെ അമംഗളങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന എന്ന സ്ഥാനം. ചൂലിപ്പോൾ അത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കണ്ട, അതൊന്നുമല്ല. ചൂലില്ലെങ്കിലത്തെ സ്ഥിതി ആലോചിച്ചാൽ ചൂലല്ലേ ഏറ്റവും ശ്രേഷ്ഠം. ഞാൻ പറയാച്ചാൽ എനിക്ക് അങ്ങനെ തോന്നണം. ചൂലെന്നൊരു സ്ഥാനം ഇല്ലെങ്കിൽ ആ വീടിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചോ. എന്തിനെ ഇങ്ങനെ താണട്ടൊന്നും കണ്ട കാര്യമില്ല. അതാണല്ലോ ശുദ്ധിയും ശ്രീയും ഉണ്ടാക്കണത്. ഇതെങ്കിലും ശരിയല്ലാണ്ട് കണ്ട ആ ചൂലൊന്നും എടുക്കൂന്ന് അപ്പം പറയുക. അത് നമ്മൾ തല്ലാനാക്കിയിട്ട് മാറ്റിയതുകൊണ്ടാണ് കുഴപ്പം, അതിനല്ല. അത് വൃത്തിയാക്കാനുള്ള സാധനമാണ്. അവനെന്താ ഒരു തകരാറ്? അപ്പം എന്തായാലും അവിടുത്തെ അമംഗളങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്ന ലക്ഷ്മി ഭഗവതി ആ വൈകുണ്ഠത്തെ വളരെയേറെ ശോഭിപ്പിച്ചു എന്ന് പറയുകയാണ്. ശ്രീരൂപിണി കൊണയതീ ചരണാരവിന്ദം ലീലാംബുജേന കരിതത്മനി മുക്തദോഷ, ദോഷങ്ങളൊന്നും ഇല്ലാത്ത സംലക്ഷ്യതേ പടിക കുട്യ ഉപേദഹേമ്നി സമ്മാർജതീവ യദനുഗ്രഹണേന്യയത്ന. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.